ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? നമ്മളും കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാലേ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ കോഴികളെ എല്ലാം തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വരുന്ന പുറത്തു കൂടെയൊക്കെ പോയിട്ട് മേഞ്ഞിപ്പോൾ സമയം 11 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ആ ഒരു ടൈം ആയപ്പോഴത്തേനും രാവിലെ ഒന്ന് നമ്മൾ കുറച്ച് അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോയിട്ട് മേഞ്ഞ് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് വരാറ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ ഞാനൊരു ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഫുഡ് ഞാനിപ്പോൾ കൊടുക്കുന്ന ഒരു ടൈം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടേ. ഇതാട്ടോ സംഭവം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയൊക്കെ ആട്ടിയതിന് ശേഷം പിന്നെ വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അത് തേങ്ങപ്പിണ്ണാക്കുക. അപ്പോൾ അതാട്ടോ സംഭവം. അത് കുറച്ച് ഞാൻ പൊടിച്ചിട്ടുണ്ട്, കൈ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയപ്പോഴത്തേനും അതായത് അത്യാവശ്യം വലിയ വലിയ പീസുകളായിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ കുഴിച്ചൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ലെവലിലായിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒന്ന് ജസ്റ്റ് ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെക്കുമ്പോഴത്തേനും അതങ്ങ് കുതിർന്നോട്ടോ. കുതിർന്നിട്ട് പിന്നെ അത് കുറച്ചുകൂടി ഒന്ന് ക്വാണ്ടിറ്റി കൂടും. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയും കൂടി ആയി വരും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചെറിയ വെള്ളമാട്ടോ അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 10-11 മണിയൊക്കെ ആയിട്ട് അവർ വരുന്നൊരു ടൈം ഞാൻ കൊടുക്കാറുള്ള ഫുഡ് തന്നെയാണേ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി ആ ഒരു നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അംശം നോക്കി നന്നായിട്ട് ഞങ്ങൾ വലിച്ചെടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കി അത് ഡ്രൈ ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ ഇന്നത്തെ നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മഴയ്ക്കുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം നോക്കിയതാ പറഞ്ഞു തീരാത്ത ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ എന്നാലും പെയ്യുന്നതാണ് എനിക്ക് വിശ്വാസം. കാരണം ഇത്രയും നേരം നമുക്ക് ഒരു തുള്ളി പോലും വെയിലുണ്ടാകുന്നില്ല കേട്ടോ. നല്ല രീതിയിൽ ഇങ്ങനെ മൂടി കെട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്താ അവസ്ഥ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാട്ടോ സംഭവം. ഇനി ഒരു 5 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ തീരെ നന്നായിട്ടൊന്ന് കുതിർത്ത് നല്ല രീതിയിൽ സോക്ക് ആയതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഒരു പ്ലേറ്റിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിലാണോ കൊടുക്കുന്നത് ആ ഒരു ബോളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കൊത്തിപ്പെറുക്കി കഴിച്ചോളും. അപ്പോൾ എന്തായാലും ഞാനിവിടെ കുറച്ച് വലിയൊരു ബേസുകളാട്ടോ അവർക്ക് കൊടുക്കാറില്ല. അപ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് അവർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും അവരിതാ കൂടുതൽ അങ്ങ് ദൂരെയൊന്നും പോയില്ല. അതുപോലെ നമുക്ക് മെയിൻ്റനൻസ് ആണെങ്കിലൊക്കെ നല്ല എളുപ്പമാട്ടോ അവരെ. കാരണം അത്രയും നമ്മളുമായിട്ട് അത്രയും ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ നമ്മൾ വിളിക്കുമ്പോഴത്തേനും ഓടി വരികയും ചെയ്യും. പിന്നെ ഈ ഒരു ഭാഗത്ത് കൂടെ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ചോളത്തിൻ്റെ ഇലത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടത്തും. അവിടെ ആകുമ്പോൾ നല്ലൊരു ഷെയ്ഡും കൂടി ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെയാണ് കൂടുതൽ ടൈം അവർ ഉണ്ടാവാറുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഹോബി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നന്നായിട്ട് കൊത്തിച്ചനക്കി. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ചെറിയ പുഴുക്കളെ അങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും അതെല്ലാം കഴിച്ച് ഓൾമോസ്റ്റ് ഒരു വയറൊക്കെ നിറക്കി കിട്ടും. അതേപോലെ തന്നെ ഇലകളൊക്കെ കഴിക്കും. അത് പുല്ല്, അതുപോലെ തന്നെ നമ്മുടെ ചോളത്തിൻ്റെ ആ ഒരു തണ്ടിക്കൂടി ഉണ്ടാവുന്ന ഒരു പുല്ലുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അവർ കഴിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്കിതാ ഒന്ന് സോക്കായതിന് ശേഷം അവരൊന്ന് വിളിക്കാം. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ നമ്മൾ തേങ്ങാപ്പിണ്ണാക്കി തന്നെ ആട്ടോ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കൊടുക്കാറുള്ളത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ സോക്കായിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ആ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ടേ. നമുക്ക് ഇതാട്ടോ അവർക്ക് സ്ഥിരമായിട്ട് ഞാൻ കൊടുക്കാറുള്ളൊരു ബൗള്. അതായത് അത്യാവശ്യം വലിയൊരു ബേസനാണ്. എന്തായാലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബേസൺ അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് വിശാലമായിട്ടിരുന്ന് കഴിക്കും കൂടി ചെയ്യാം കേട്ടോ. അതായത് സ്പേസ് ഉണ്ടല്ലോ. മാത്രമല്ല നമുക്കുള്ളത് നാടൻ കോഴികളാണ്. ഇപ്പം മുട്ടയിട്ട് കൊടുക്കുന്ന ആ ഒരു പരുവത്തിലുള്ള കേട്ടോ. അതുപോലെ തന്നെ ഒരു പൂവനും കൂടി ഉണ്ട് കേട്ടോ. അത് നാടൻ്റെ തന്നെയാണേ. അങ്ങനെ എന്തായാലും നമ്മൾ സോക്ക് ചെയ്തെല്ലാം ഇങ്ങനെ ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. അവരിപ്പോൾ എന്താ പരിപാടി എന്ന് കാണണ്ടേ. അപ്പോൾ നോക്കി നല്ല കാര്യമായിട്ട് നോക്കി നന്നായിട്ടങ്ങ് ആ ഒരു ഏലത്തിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തിൻ്റെ കുറച്ച് നമ്മുടെ ചോളത്തിൻ്റെ ചൂടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കൊത്തിച്ചനക്കി നോക്കി നന്നായിട്ടങ്ങ് മാന്തി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ ചെറിയൊരു കുഴിയൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് കിടക്കും കേട്ടോ. അപ്പോഴത്തേനും വിളിച്ചപ്പോഴത്തേനും അവിടെ നിന്ന് വരുന്നുണ്ട്. നമുക്ക് താഴെ വെച്ച് കൊടുക്കാം. നമ്മളിത് സംഭവങ്ങളൊക്കെ എടുത്തപ്പോഴത്തേനും അവരവിടെ നിന്ന് നീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും താഴിന് വെച്ച് കൊടുക്കുക, അവർ കഴിക്കട്ടെ. മഴയാണെങ്കിൽ ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് അവർക്കുള്ള ഫുഡെല്ലാം അവിടെ വെച്ചിട്ട് പിന്നെ നേരെ വന്നേ നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമായിട്ട് നമുക്ക് കിട്ടാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വന്നത് നമ്മുടെ പപ്പായ മരത്തിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ ഇതിൽ നന്നായിട്ട് തന്നെ പപ്പായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നും നമുക്കതായത് കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് ഇവിടെ ഒരു പപ്പായയുടെ മരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് നല്ല മഴയും കാറ്റൊക്കെ വന്നപ്പോൾ നന്നായിട്ട് ഇതുപോലെ കൊല കുത്തി കഴിക്കുന്നൊരു മരം തന്നെയായിരുന്നു. അതും അതുപോലെ തന്നെ നല്ല വലിപ്പം വയ്ക്കുന്ന പപ്പായനുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു വിളവൊക്കെ തന്നിട്ട് നല്ലൊരു കാറ്റും മഴയും വന്നപ്പോൾ നേരെ അങ്ങ് നിലം പതിച്ചു എന്ന് പറയാം കേട്ടോ. അപ്പം നല്ലത് അതിന് പകരത വീണ്ടും വേറൊരു പപ്പായ മരം അവിടെ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു മേൽഭാഗം വരെ നന്നായിട്ട് തന്നെ പൂത്ത് നിൽക്കുകയാണ്. പിന്നെ അതൊക്കെ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഇതുപോലെ കായായി തുടങ്ങും. നമുക്കിപ്പോൾ ഒരുപാട് വലുപ്പമുള്ള വേണ്ട കേട്ടോ. എന്നാൽ പിന്നെ ചെറുത് പറിക്കാമെന്ന് പറയുമ്പോൾ അതാണെങ്കിൽ ഒരുപാട് പിഞ്ചുമായി പോയത്. നമുക്കൊരു മീഡിയം സൈസിലുള്ള ഒരെണ്ണം പോയി പൊട്ടിക്കാം. താഴേക്ക് ഉണ്ടായിട്ടുള്ളത് മൊത്തം നമുക്ക് കൈ എത്തുന്ന ദൂരത്തായതുകൊണ്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് തിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങ് നമുക്ക് പൊട്ടി കയ്യിലേക്ക് വരും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ കമ്പോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നോക്കി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ വെച്ച് ഇതാക്കിയപ്പോഴത്തേനും അതങ്ങ് നമ്മുടെ കയ്യിലേക്ക് ഇതാ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു മേളിക്കുള്ള അതിൻ്റെ ഒരു വെള്ള കളറൊരു കറയുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒറ്റി വീഴുന്നുണ്ട്. നമുക്കെന്താ ഇതുപോലെ ഒന്ന് താത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും താത്തി പിടിക്കുമ്പോഴേ നമുക്ക് വീടെത്തുമ്പോഴത്തേനും ആ ഒരു കറ
മൊത്തമായിട്ട് അങ്ങ് പൊക്കോളും. അതേപോലെ ജസ്റ്റ് ഒന്ന് മണ്ണിലൊന്ന് കുത്തി വെച്ചാലും മതി കേട്ടോ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഒരു കറ പൂർണ്ണമായിട്ട് അങ്ങ് പോവുകയെ. അതേപോലെ തന്നെ നോക്കിയാൽ മഴ വീണ്ടും ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം തന്നെ പെയ്യുന്നതാണ് തോന്നുന്നത്. നമുക്ക് ഇതുമായിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ പപ്പായൊക്കെ വീട്ടിൽ കൊണ്ടുപോയി നേരത്തെ ചെത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ നോക്കിയാൽ നമ്മൾ വീടെത്തിയപ്പോഴത്തേനും നല്ല രീതിയിൽ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് എന്നത്തെയും പോലെ കാറ്റ് അത്രയും വലിയ രീതിയിലൊന്നും ഇല്ല കേട്ടോ. ചെറിയ രീതിയിൽ തണുത്തൊരു കാറ്റുണ്ട്. എന്നാലും മഴ നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണേ. ഇന്നിപ്പോൾ ഫുള്ള് നമുക്കൊരു മോഡലായിരുന്നു. അപ്പോഴേ തോന്നിയിട്ടൊന്ന് മിക്കവാറും മഴ ഉണ്ടാവുന്നു. എന്തായാലും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ മഴ പെയ്യുന്നതോടുകൂടി നല്ല രീതിയിൽ തന്നെ തണുപ്പ് ആവുന്നുണ്ട്. മാത്രമല്ല ചെറിയൊരു കാറ്റാണെങ്കിൽ ചീറ്റാലൊക്കെ ഇങ്ങനെ നന്നായിട്ട് അടിച്ചിങ്ങനെ മെല്ലേക്ക് കയറുന്ന രീതിയിലാണ്. അതായത് നമ്മൾ സിറ്റ് ഔട്ടൊന്ന് മഴ കാണാൻ വേണ്ടി വന്ന് നിൽക്കാൻ വേണ്ടി പറ്റട്ടെ. കാരണം നന്നായിട്ട് തന്നെ ചീറ്റാൽ അടിച്ച് കയറുവേ. മഴ പെയ്യുമ്പോൾ ആ ഒരു മഴത്തുള്ളിയുടെ ആ ഒരു തണുപ്പ് കേട്ടിട്ട് നമ്മളൊരു പ്രകൃതിയും അതുപോലെ തന്നെ പ്രകൃതിയിലുള്ള പൂക്കളും ചെടികളും ഒക്കെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ. അപ്പോൾ ഈ മഴ ആസ്വദിച്ച് കുറേ നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ടൈം കൊണ്ട് വഴി വരില്ല കേട്ടോ. കാരണം നമ്മുടെ തോരനൊക്കെ ആയിരുന്നു അടുപ്പിൽ വെച്ചിട്ടാട്ടോ വന്നുള്ളത്. നമുക്ക് എന്താവസ്ഥ ഒന്ന് പോയി നോക്കാം. അങ്ങനത്തെ ഒരു പാതി വേവായിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്നപ്പോഴത്തേനും ഇങ്ങനെ ആവി മേളിലേക്ക് പൊന്തി വരുവാണ്. ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് കൊത്തി കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ, അതേപോലെ തന്നെ സവോളയും, അതുപോലെ തന്നെ ആവശ്യത്തിന് പച്ചമുളക്, അതായത് എരിവിന് ആവശ്യത്തിന് ഞാൻ 2-3 എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് മൂത്ത പച്ചമുളകൊന്നുമല്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിന്നതിന് ശേഷം കടുക് താളിച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതിയേ. പെട്ടെന്ന് തന്നെ ആയിക്കോട്ടോ. ജസ്റ്റ് നമ്മൾ വെള്ളമോ കാര്യങ്ങളൊന്നും നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തൊട്ടടുത്ത അടുപ്പിൽ ഞാനിതാ മീനും കൂടി ഒന്ന് വറക്കാൻ വെച്ചിട്ടുണ്ടേ. അപ്പോൾ അയലയാട്ടോ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം വലിയ സൈസിലുള്ള അയല തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർത്തുള്ള മസാലക്കൂടികളൊക്കെ നമ്മുടെ സ്വന്തം സ്പെഷ്യൽ തന്നെയാണ്. നമ്മുടെ മസാലക്കൂടിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇങ്ങനെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ഫ്ലെയിമിലിട്ടാണ് നമ്മളിപ്പോൾ ഇത് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആവുകയും ചെയ്യും. ഒട്ടും കരിഞ്ഞു പോകാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. അതേപോലെ തന്നെ പുറത്ത് നല്ല മഴയാണെങ്കിൽ നമ്മുടെ അടുപ്പ് നല്ല അടിപൊളിയായിട്ട് കേട്ടോ കത്തുന്നത്. അപ്പോൾ ചോറ് ഏകദേശം നമുക്ക് വാർക്കാനായി തുടങ്ങിയിട്ടുണ്ട്. മട്ടരി ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ഇട്ടാലേ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. കാരണം ഒരുപാട് വേവുള്ള അരിയാണ്. തിളച്ച് വന്നതിന് വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ അതെല്ലാം സെറ്റാക്കിയത് നമ്മുടെ ചോറെല്ലാം വെന്തു കേട്ടോ. അപ്പോൾ ചോറെല്ലാം ഞാൻ വാർത്തു. അതേപോലെ നമ്മുടെ മീനും തോരനും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറികളും സംഭവങ്ങളും എല്ലാം സെറ്റായപ്പോൾ നമ്മുടെ അടുക്കളത്തെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്കിനി അടിച്ച് വാരാം കേട്ടോ അതിന് മുന്നായിട്ട്. അങ്ങനെ കുറച്ച് നേരം നന്നായിട്ട് തന്നെ പെയ്തു. അതിന് ശേഷം മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷേ തണുപ്പ് ഒരു രക്ഷയില്ലാത്ത തണുപ്പായി. പിന്നെ അതായത് നമ്മുടെ അച്ഛമ്മയുടെ മുറുക്കാമതി കേട്ടോ. ആളിപ്പോൾ 2 ദിവസമായിട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കൂടെ ഒന്ന് അടിച്ചിടാം. അതേപോലെ തന്നെ മഴ പെയ്യുന്നതിൻ്റെ കുറച്ച് ചീറ്റാലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ സിറ്റ് ഔട്ടിൻ്റെ സൈഡിൽ കൂടെ നന്നായിട്ട് അത് അടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ അടിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് അതുകൊണ്ട് തുടച്ച് കൊടുക്കാം. നമ്മുടെ ആവണിക്കുട്ടീനെ കാണാത്ത കയറുന്നില്ല കേട്ടോ. ആൾ നല്ല ഉറക്കമാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ ക്ലൈമറ്റൊക്കെ നല്ല തണുപ്പായല്ലോ. അപ്പോൾ എന്തായാലും ആളിപ്പോൾ നല്ല ഉറക്കമായിട്ടുണ്ടേ. അങ്ങനെ നമ്മുടെ പുറത്തെ പരിപാടികൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിലായാലും ഫുഡിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാത്രം കഴുകാണ്ട് അതേപോലെ തന്നെ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മഴ പെയ്തുകൊണ്ട് നമ്മുടെ വെള്ളമൊന്നും എവിടെയും പൊട്ടി പോയൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഉറവിൽ നിന്ന് വെള്ളം ഇട്ടുകൊണ്ട് തന്നെ മഴയൊക്കെ പെയ്ത് കരട് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പോകും. എന്നാലും മഴ ഒരുപാടങ്ങ് നിൽക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വെള്ളമൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു ഉറിയുടെ പൊക്കത്ത് കൂടെ നമ്മൾ ഇട്ടിട്ടുള്ളതേ നമ്മുടെ വള്ളിപ്പരൻ്റെ നല്ല മൂത്ത വിത്തുകളാണ്. അപ്പോൾ നമ്മളെന്തായാലും എന്നും നമ്മൾ കുറേ നേരം നമ്മുടെ വിറകടുപ്പ് കത്തിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മളത് വിത്തിൻ്റെ വരുവായപ്പോൾ ഇതെവിടെ കൊണ്ടുവന്ന് ഉണങ്ങാനിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഉണങ്ങി കിട്ടും. അപ്പോൾ പയറ് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. കൂട്ടത്തിൽ നല്ല മൂത്ത് കളഞ്ഞൊരു ചോളം കൂടി ഉണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ വെച്ചത് നമുക്ക് വിത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരെണ്ണം മാത്രമല്ല, ഒരു 3-4 കൂടി ഉണ്ട് ഈ ഒരു ഉറിയുടെ ഉള്ളിലായിട്ട്. അപ്പോൾ വിത്തിൻ്റെ പരുവത്തിലുള്ളതൊക്കെ നമ്മൾ നന്നഴിഞ്ഞ് മൂത്തതിന് ശേഷം കേട്ടോ നമ്മുടെ ആ ഒരു ചെടിയിൽ നമ്മൾ പൊട്ടിക്കുമല്ലോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നന്നഴിഞ്ഞ് നല്ല വെയിലൊക്കെ ഉള്ള ടൈമാണെങ്കിൽ നമ്മൾ വെയിലത്തിട്ട് വേണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് മഴ ഇടയ്ക്കിടയ്ക്കുള്ള തന്നെ വെയിലിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കുറച്ചാട്ടോ. അപ്പോൾ വെയിലൊക്കെ കിട്ടുന്നുണ്ട്. നമ്മളിത് ഇതുപോലെ അടുപ്പൊക്കെ കത്തിക്കുന്നതിൻ്റെ ചുവട്ടിൽ കൊണ്ടിടുമ്പോൾ നന്നായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ നമ്മുടെ അടുക്കളത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകാനുള്ള എല്ലാം സെറ്റാക്കി വന്നപ്പോഴത്തേന് നേരത്തെ ഉറങ്ങാൻ കിടന്ന് നമ്മുടെ ആണിക്കൂടി ഇപ്പോഴും നല്ല ഉറക്കം കേട്ടോ. തൊട്ട് നോക്കിയിട്ടും വിളിച്ചു നോക്കിയിട്ടൊന്നും ആൾ ഒരു രക്ഷയില്ല കേട്ടോ. ഒന്നും അറിയാതെ നോക്കി നല്ല ഉറക്കത്തിലാണേ. ഇനി ഇന്നാണെങ്കിലും ആൾ നേരത്തെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു രാവിലെയൊക്കെ. അതേപോലെ തന്നെ എന്തായാലും പുറത്തിപ്പോൾ നല്ല മഴയൊക്കെയാണല്ലോ. മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് ഇതാ ആവണിക്കുട്ടി മാത്രമല്ല കേട്ടോ. കൂട്ടത്തിൽ നമ്മുടെ അച്ഛമ്മയും നല്ല ഉറക്കമായിട്ടുണ്ട്. രണ്ടുപേരും കുറച്ചധികം നേരമായിട്ട് ഉറങ്ങാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കുന്ന ഒരു ടൈം ഏകദേശം ആവാനായിട്ട് ഇനി എന്തായാലും രണ്ടുപേരും പോയി വിളിക്കണം കേട്ടോ. അതേപോലെ തന്നെ മഴയ്ക്ക് ശേഷം നമ്മുടെ ക്ലൈമറ്റ് ആകെ മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒന്നും വ്യക്തമാവാത്ത രീതി നോക്കി ഫുള്ളൊരു കോട മഴ കേട്ടോ.
പുക പോകുന്ന ഒരു സ്പീഡിലാണ് നന്നായിട്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പം കണ്ട സ്ഥലം പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് മറഞ്ഞു പോകാം കേട്ടോ. അത്രയും നമ്മുടെ കൺമുന്നിൽ കിടക്കുന്ന സ്ഥലം വരെ അത്രത്തോളം എഫക്റ്റിലാട്ടോ കോട വന്നിങ്ങനെ മൂടുന്നത്. ക്ലൈമറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേഞ്ചായി. ഇപ്പോൾ നമുക്ക് മിക്ക ദിവസവും ചൂടൊക്കെ മാറി നല്ല തണുപ്പ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തൊണ്ടയ്ക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് ഇന്നലെ കേട്ടോ. അതുപോലെ തന്നെ ഇതിപ്പോൾ എഡിറ്റ് ചെയ്യണത് ഇന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വലിയ പ്രശ്നമില്ലായെങ്കിലും ഇന്നിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും സൗണ്ടൊക്കെ നല്ല ഇതിലും വ്യത്യാസം വന്നു തുടങ്ങിയിട്ടോ. കാരണം തൊണ്ടവേദനയൊക്കെ പിടിച്ചിട്ടുണ്ടേ. ഇതാട്ടോ ക്ലൈമറ്റ് നോക്കി മൊത്തത്തിൽ നമ്മുടെ വീടൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഫുള്ള് കോട കൊണ്ടോട്ടോ. ആ രീതിയിലാട്ടോ കോട ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ മഴ ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കാതെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡനിൽ വരുന്നൊരു പണി എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ക്ലീനിങ് പരിപാടി തന്നെ ആയിരിക്കും. കാരണം കാട് പറിക്കലൊരു 1.5 മണിയായിട്ട് മാറിട്ടോ. നല്ല രീതിയിൽ നമ്മൾ എത്രത്തോളം പറിച്ചാലും പെട്ടെന്ന് കാട് വരും. അപ്പോൾ നമുക്കിനി എന്തായാലും അധികം വൈകാത്ത ദിവസങ്ങൾ അതൊക്കെ ചെയ്യേണ്ടത്. നമ്മുടെ വെള്ളിപ്പയറിലൊക്കെ ആയാലും അത്യാവശ്യം പയറൊക്കെ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഏരിയയും കൂടി ഇതാ കോട മൂടിയിരിക്കും. മൊത്തത്തിൽ ഇപ്പോൾ ഇതാ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, പുക പോലെ വന്നിട്ട് അതൊരു കാറ്റ് പോലെ എല്ലാവരും സ്പ്രെഡ് ആവട്ടെ. ആ ഒരു എഫക്റ്റിലാണ് എന്തായാലും കോട മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്ലൈമറ്റ് നമ്മുടെ കൂട്ടുകാരുടെ നാട്ടിലും ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണേ. ആ ഒരു കവുങ്ങ് നിൽക്കുന്നതിൻ്റെ പുറകിലും നമ്മുടെ വീടിൻ്റെ ആ ഒരു ബാക്ക് വശമൊന്നും നമുക്കൊന്നും കാണുന്നില്ല കേട്ടോ. അത്രത്തോളം എഫക്റ്റിൽ ഇപ്പോൾ കോട വന്ന് മൂടിയിട്ട് തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മഴക്കാലമൊക്കെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ. ഇപ്പം തന്നെ നമ്മുടെ ക്ലൈമറ്റ് കാണുമ്പോൾ അതായത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു 6 മണി ഒരു എഫക്റ്റ് ആണോ. കാരണം ഫുള്ള് കോട മൂടിയിട്ട് ഒരു ഇരുട്ടായിട്ടുള്ളൊരു മഴ ആട്ടോ. മൊത്തത്തിലൊരു ഇരുട്ട് പിടിച്ചൊരവസ്ഥയാണോ. എന്തായാലും അടുത്ത മഴയ്ക്കുള്ളൊരു കോളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നോക്കി നന്നായിട്ട് ഇടിയൊക്കെ വെട്ടുന്നുണ്ടേ. അപ്പോൾ ഗൈസ് നമുക്കിനി എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോലെ. അപ്പോൾ തന്നെ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം.